നിങ്ങളുടെ നാട്ടിൽ സമരം നടക്കുന്നതാണ്. അതെ, അറിയുന്നിരുന്നു സാറേ. അമ്പായത്തോട് നമ്മൾ ആവണി കോളേജ് കഴിഞ്ഞിട്ട് പോകുന്ന റോഡിലാണ് ഒരു പ്രസ് കട്ട് നടത്തുന്ന ഒരു സ്ഥാപനം. സമരം കണ്ടിരുന്നു. പക്ഷെ പല കൊച്ചുകുട്ടികളും ജീവിക്കുന്ന ഒരു തലമുറകളാണല്ലോ. എന്തുകൊണ്ടാണ് നമ്മളെ ഈ രാജ്യത്തില് അനധികൃതമായ വേസ്റ്റുകളെ സ്വരൂപിച്ചുകൊണ്ട് കൊച്ചുമക്കൾക്ക് വരും തലമുറകൾക്ക് രോഗങ്ങൾ ചുമത്താൻ വേണ്ടി അടിയുറ വയ്ക്കുന്ന പുസ്തക മുതലാളിമാര്? അതിനെന്തുകൊണ്ട് നിങ്ങളൊക്കെ സമരത്തിൽ പങ്കാളിയാകാത്തത്? ടാറ്റയും ബെർലയും ഒക്കെ ഇൻകോമം ടോസിലേക്ക് ജീവിച്ചിരുന്നവരായിരുന്നു. അതേപോലെ KR രാജൻ വലിയ സൗന്ദര്യ രാജകൊട്ടാരത്തിൽ ജീവിക്കുക. പാവപ്പെട്ട ഒരു ദരിദ്രരായവര് ഒരു ചെറിയ ഒരു പൊരയും കുടിലുമായി ജീവിച്ചിരിക്കുന്നവർക്ക് കുടിവെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് നിങ്ങളെ നാട്ടിലെ പുസ്തക മുതലാളിമാരല്ലേ? സമരത്തിന് ഞാൻ 100% എന്റെ കിഡ്നി വരെ വിറ്റ് ഞാൻ സമരം ചെയ്യാം. കൊച്ചി വരും തലമുറയ്ക്ക് ജീവരക്ഷയ്ക്ക് വേണ്ടി പോകേണ്ടി വന്നാലോ? ഞാൻ ധൈര്യത്തോടും സന്തോഷത്തോടെ ഇംഗ്ലോബ് സിംഗാപൂർ ജയിലിൽ പോകും. എന്റെ കൂടെ സമരം വിളിച്ചിരുന്ന കണ്ണൂരുകാരൻ എന്നെ വിട്ട് യാത്ര പറഞ്ഞു പോയി. അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോ വീൽചെയറിലായിരുന്നു ഹാജരാക്കിയിരുന്നത്. അവൻ വിക്രം ധീര യോദ്ധാവായിരുന്നു. അവൻ നല്ല പവിത്രൻ തന്നെയാണ്. ഇവിടെ അമ്പായത്തോടെന്ന് പറയുന്ന കോളേജ്